ഹലോ കൂട്ടുകാരെ, ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് കണവത്തോരനാണ്. കണവയൊക്കെ നല്ലപോലെ കഴുകി വൃത്തിയാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് പാകം ചെയ്യാനായിട്ടുള്ള തവ അടുപ്പിലേക്ക് വെക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച് കഴിഞ്ഞ് ചൂടായി കഴിയുമ്പോഴത്തേക്ക് 1/4 ടീസ്പൂൺ കടുക് ഇട്ടൊന്ന് പൊട്ടിക്കുക. 2 വറ്റൽമുളക് കൂടി ഇട്ട് ഒരു 10 അല്ലി വെളുത്തുള്ളിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വാട്ടിയെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 10-15 കൊച്ചുള്ളി അരിഞ്ഞത് വെളിച്ചെണ്ണയിലിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ കണവത്തോരനും കൊച്ചുള്ളി ആണല്ലോ വേണ്ടുന്നത്. അപ്പൊ ഇച്ചിരി കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കീറിയിട്ടതും കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുക്കുക. അത് കഴിഞ്ഞ് നമുക്ക് ഒരു മുറി തേങ്ങ തിരുമിയത് നമ്മുടെ ഈ വാട്ടിയ കൊച്ചുള്ളിയിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു ലേശം ഉലുവാപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇനി ഈ പൊടികളും തേങ്ങയും വഴറ്റി വെച്ചിരിക്കുന്ന കൊച്ചുള്ളി എല്ലാം കൂടി ഒന്ന് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വാട്ടിയ കൊച്ചുള്ളിയും തേങ്ങായും എല്ലാം ഒന്ന് മിക്സ് ആയി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് നമ്മൾ 4 വടക്കംപുളി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു. ആ വടക്കംപുളിയും അതിന്റെ വെള്ളവും കൂടി ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയുണ്ടല്ലോ, കഷ്ണങ്ങളാക്കിയത്, അത് ഈ കൂട്ടിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് കണവ വേവാനായിട്ടുള്ള ആവശ്യത്തിനുള്ള വെള്ളമോടൊഴിച്ച് നല്ലതുപോലെ കണവ വേവിച്ചെടുക്കുക. നമ്മൾ ഇതിനു മുമ്പ് നമ്മളെ കണവ കറി വെക്കുന്നതായിരുന്നു ഇട്ടിരുന്നത്. കണവക്കറിയുടെ റെസിപ്പി ആരെങ്കിലും ഒക്കെ കാണാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ അകത്ത് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ പിൻ ചെയ്തേക്കാം. കണ്ടില്ലേ, നമ്മുടെ കണവയിലെ വെള്ളമൊക്കെ നല്ലപോലെ പറ്റി കണവ തോരൻ ഇങ്ങനെ റെഡിയായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് കറിവേപ്പിലയും കൂടി ഇട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എല്ലാവരും വീടുകളിൽ കണവ വാങ്ങുമ്പോൾ ഇതുപോലെ കണവ തോരൻ്റെ റെസിപ്പി ചെയ്ത് നോക്കണം. എന്നിട്ട് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറയണേ. അതുപോലെ നമ്മുടെ വീഡിയോ കാണുന്നവരെല്ലാം മറക്കാതെ ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യണേ. കണവ തോരൻ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണാം. ബൈ.